ചേച്ചിനെ തള്ളി പറഞ്ഞാൽ ഒരു സമയത്ത് രേണു ചേച്ചിയുടെ റിയാക്ഷൻ എന്തായിരുന്നു? നാട്ടിൽ വന്നതിന് ശേഷം രേണു ചേച്ചി കിച്ചുവായിട്ട് വിളിക്കാൻ ശ്രമിച്ചിരുന്നു. പച്ച മാങ്ങ കടിച്ച് കടിച്ച് തിന്നുന്ന രേണു സുധി. പച്ചമാങ്ങ തിന്നാനാവും. അതെന്താ അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം? മസാല ദോശ തിന്നാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് കിട്ടാത്തതുകൊണ്ട് പച്ചമാങ്ങ. ഇന്റർവ്യൂവിന് ആരും വിളിക്കാത്തോണ്ടാണെന്ന് തോന്നുന്നു ഇപ്പൊ ആൽബത്തിന്റെ പ്രൊഡ്യൂസറൊക്കെ ഇരുന്ന് രേണുസുധയുടെ ഇന്റർവ്യൂ എടുക്കുന്നത്. കാലം പോയ പോക്കേ. ഋതപ്പന്റെ പിതൃത്വം തെളിയിക്കണമെന്ന് ഒരു വീഡിയോ കണ്ടായിരുന്നു. അതിന്റെ സത്യാവസ്ഥ അതായത് നിങ്ങൾക്കറിയാം, തെറുത്താത്ത എന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ. അവർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. ഋതപ്പൻ സുധിച്ചേട്ടന്റെ മകനാണോ എന്നുള്ള ഡൗട്ട് അവർക്കാണ്. ഓക്കെ, ശരി, അത് അവർക്ക് അനുകൂലമായിട്ടുള്ള കുറച്ച് ആൾക്കാരും ഉണ്ട്. അതായത് എന്നെ നെഗറ്റീവ് അടിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർക്കൊക്കെ ഉള്ള ആവശ്യമാണ്. അതായത് എനിക്കും അപ്പം അവര് പറയുന്ന ആവശ്യത്തിന് ഞാനും അപ്പൊ സമ്മതിച്ചു കൊടുത്തു. കാരണം അന്നെങ്കിൽ അവരുടെ ഏതായാലും സുധിച്ചേട്ടൻ മരിച്ചു പോയല്ലോ. ബാക്കിയുള്ളവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ അംഗീകരിച്ചു കൊടുക്കും? ഇതുവരെ നിങ്ങൾ എന്തൊക്കെ അംഗീകരിച്ച് കൊടുത്തിട്ടുണ്ട്? ഈ ഋതപ്പൻ്റെ DNA ടെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മാത്രം ചാടിത്തുള്ളി ബാക്കിയുള്ള ആൾക്കാരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കണം എന്ന് പറഞ്ഞു വരുന്ന നിങ്ങൾ വേറെ എന്തൊക്കെ ആവശ്യങ്ങളാണ് നിറവേറ്റിയതെന്നൊന്ന് പറയാവോ? അല്ല, പറയുമ്പോൾ സ്വയം ഒന്ന് ആലോചിക്കണം നിങ്ങൾ എന്തുവാ പറയുന്നതെന്നുള്ളത്. ഒരു സമയത്ത് നിങ്ങൾ വന്നിട്ട് പറഞ്ഞതേ ഇരിക്കുന്നു, നിങ്ങൾ കൊണ്ടുപോയി നോക്കിക്കുമെന്ന്. നിങ്ങളുടെ കൊച്ചിനെ നാട്ടുകാർക്ക് നോക്കലല്ല പണി. ഇപ്പം ആ കൊച്ചിനെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഇട്ട് കൊടുക്കുന്നു. എന്തിൻ്റെ സൂക്കേടാത്തള്ളേ നിങ്ങൾക്ക്? ബുദ്ധിയുള്ള ആർക്കും കണ്ടാൽ അറിയാം സുധിച്ചേട്ടന്റെ മോനാണ് ഋതപ്പൻ. പക്ഷെ കാരണം അത് അച്ചടിച്ചു വെച്ചവൻ എന്റെ ഒരു ഷേപ്പും ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അതുള്ള കാര്യമല്ലേ? കുറച്ച് വിവരം ബുദ്ധിയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും. വേറെ എന്തൊക്കെ ആൾക്കാരെ നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, വേറെ എന്തൊക്കെ രീതിയിൽ നിങ്ങളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അതിനൊന്നും നിങ്ങൾക്ക് മറുപടി കൊടുക്കണ്ട. ഋതപ്പൻ്റെ പിതൃത്വത്തിൻ്റെ കാര്യം വന്നപ്പോൾ ചാടി അങ്ങ് വീണു. ദേശത്തിൻ്റെ പുറത്ത് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും, അതൊന്നും തല കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതൊരു വിവാദമാക്കണം. എല്ലാം സുധിച്ചേട്ടന് കിട്ടിയ ഒരു കുട്ടിയാണ് ആ ഋതപ്പൻ. അപ്പം ഇങ്ങനെ എന്താ പറയാ, പ്രായപൂർത്തിയാകാത്ത ഒരു കുഞ്ഞിനെ എന്റെ വീട്ടുകാരെ പറയുന്ന ഓക്കെ ശരി, എല്ലാം ഞാൻ സഹിച്ച് എന്റെ കൂടെയുള്ള എന്റെ മാനേജറെ എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പം ലിജുവിനെ പോലെ എത്ര പേര് ഇവര് ഈ വൃത്തികെട്ട സ്ത്രീ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നുണ്ട്. എന്റെ കുടുംബക്കാരെ, എന്റെ ചേച്ചിയെ, ഹസ്ബൻഡിനെ, എന്റെ പപ്പായെ, അമ്മയെ എല്ലാവരെയും പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞു. ഈ പ്രായപൂർത്തിയാകാത്ത ഒരു കുഞ്ഞിനെ വെച്ച് പറയാം, അവന് 5 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ, 6 വയസ്സിലോട്ട് കയറിയതേ ഉള്ളൂ. ആ കുഞ്ഞിനെ വെച്ച് പറയുന്ന ഇവരുടെ മനസ്സൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു. ഇഷ്ടത്തരമാണ് അവരുടെ മനസ്സ്. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്തായാലും സുധിച്ചേട്ടൻ മരിച്ചുപോയി, കല്ലറ പൊളിച്ച് ഇവരൊരു ഇവരുടെ നേതൃത്വം ഇവരാരോടാണോ അനുവാദം മേടിക്കും, കോടതി പോവോ, ഒപ്പിട്ട് മേടിക്കും, എന്തോ ആകട്ടെ, ഇവര് കല്ലറ പൊളിച്ച് ഇവര് തന്നെ. നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ആൾക്കാർ വന്നിട്ട് നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യുന്നതും നിങ്ങളെ വിമർശിക്കുന്നതും. അല്ലാണ്ട് മര്യാദയ്ക്ക് ഇരിക്കുന്ന ആൾക്കാരെ കൊണ്ടുപോയി വിമർശിക്കാൻ ആൾക്കാർക്ക് ഭ്രാന്തില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് ആൾക്കാർ വീഡിയോ ചെയ്യുന്നത്, നിങ്ങളെ വിമർശിക്കുന്നതും. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. എവിടെ മനസ്സിലാക്കാനാണെങ്കിൽ മുമ്പേ മനസ്സിലാക്കിയേനെ. ഇത് മനസ്സിലാവാനൊന്നും പോകുന്നില്ല, എന്നാലും മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ചെലവിൽ തന്നെ കല്ലറ പൊളിച്ച് സുജന റീപോസ്റ്റ്മോർട്ടം ചെയ്ത് കൊച്ചിന്റെ സുജന DNA ടെസ്റ്റ് ചെയ്ത് ഇവർ തെളിയിക്കും. ഞാൻ വെല്ലുവിളിക്കുന്നു, ഇവര് നല്ല തന്തയ്ക്ക് പിറന്നവളാണെങ്കിൽ ഇവിടെ തെളിയിക്കട്ടെ. ഇവിടെ കാണല്ലോ ഭയങ്കര ആഗ്രഹം എന്റെ കൊച്ചിന്റെ പിതൃത്വം അന്വേഷിക്കും, അവിടെ തെളിയിക്കട്ടെ. മരിച്ചാലും ആ മനുഷ്യന് സമാധാനം കൊടുക്കരുത്. ഇത്രയും നാൾ അങ്ങേരുടെ പേര് വിറ്റ് അങ്ങേരെ വിറ്റ് ജീവിച്ച് ഇനി കല്ലറ കൂടെ പൊളിച്ചിട്ടുള്ള സമാധാനം കൂടെ കളഞ്ഞു കൊടുക്കും നിങ്ങൾ. അങ്ങേരുടെ കൊടുക്കരുത്, മരിച്ചാലും സമാധാനം കൊടുക്കരുത്. ഇങ്ങനെ കച്ച കെട്ടി ഇറങ്ങിയേക്കുക. ഈ ഓൺലൈൻ മീഡിയ എങ്ങനെയാണ് ചേച്ചിയുടെ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അറിയുന്നത്? ഇപ്പം എന്താ പറയാ, അതിപ്പോ പറയാണെങ്കിൽ മറ്റേ എന്തുവാ പത്തായത്തിൽ നെല്ല് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. പത്തായത്തിൽ നെല്ല് ഓരോ ആൾക്കാരെയും ഫോൺ നമ്പർ എടുത്ത് ഞാൻ ഇന്ന സ്ഥലത്ത് പോകുന്നു, നിങ്ങൾ വരണം എന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തുന്ന നിങ്ങൾ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ആൾക്കാരെ വിളിച്ച് വരുത്തി ചോദ്യം അങ്ങോട്ട് എഴുതി കൊടുത്ത് ചോദിപ്പിക്കുന്ന നിങ്ങളാണ് പത്തായത്തിലെ നെല്ല് പോലും. ഞാനിത് തമാശ രീതി പറഞ്ഞാണ്. എന്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും ഓൺലൈൻ മീഡിയസ്. എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും, എല്ലാവരും അല്ല ഒട്ടുമിക്ക ആൾക്കാരും എന്താ നമ്മൾ പോസ്റ്റർ ഇടാറുണ്ട്, കൊളാബ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇനോഗ്രേഷൻ ആണ് പോസ്റ്റർ ഇടാറുണ്ട്. അതിനകത്ത് അവരുടെ നമ്പർ ഏതാ ഈ നമ്പർ. അപ്പൊ ഇവർക്ക് എന്തായാലും ഈ ഓൺലൈൻ മീഡിയസ് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. പിന്നെ ആൽബങ്ങൾ ഈ ഓൺലൈൻ മീഡിയാസ് വരുന്നത് രേണുസുധി വിളിച്ച് വരുന്നതല്ല. ഇതിന്റെ ഡയറക്ടേഴ്സ്
ഡയറക്ടേഴ്സ് അവരുമായിട്ട് നേരെ കോണ്ടാക്ട് ചെയ്യും. ഈ ഒരു കേസിൽ എനിക്കും പറയാനുള്ളത്, ഞാൻ എന്റെ 2-3 വർക്കിന്റെ ഡയറക്ടറാണ് ഞാൻ. അപ്പം എന്റെ വർക്കിനകത്ത് സോഷ്യൽ മീഡിയനെ വിളിച്ചു വരുത്തിയത്, അതായത് ചേച്ചിനെ ബേസ് ചെയ്ത് പോകുന്ന ഓൺലൈൻ മീഡിയാസ് ആണ് അവർ. അപ്പൊ സ്വാഭാവികം ചേച്ചിയുടെ ഒരു വർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി വരും. വന്ന ആൾക്കാർ ഈ ആൽബം പുറത്ത് പോലും ഇറങ്ങുന്നതിന് മുമ്പേ അതിൻ്റെ അകത്ത് സീനൊക്കെ എടുത്ത് പബ്ലിക്കിലിടുന്നത് എന്തിൻ്റെ മര്യാദയാണെന്ന് നിങ്ങളൊന്ന് പറയണം. ഒരു ആൽബം അയാൾ പൈസ മുടക്കി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു ആൽബത്തിൻ്റെ സീൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന അലവലാദികളെല്ലാം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക. അപ്പോൾ പിന്നെ ബാക്കി ആൽബം ഷൂട്ട് ചെയ്യുന്ന എന്തിനാ? പ്രാന്തിനോ? കിച്ചു രേണു ചേച്ചിനെ തള്ളി പറഞ്ഞാൽ ഒരു സമയത്ത് രേണു ചേച്ചിയുടെ റിയാക്ഷൻ എന്തായാലും എന്താ പറയാ, നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും എന്താ പറയാ, ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. എന്താ ചിരി? കിച്ചു പറഞ്ഞാൽ എനിക്കൊരു കോപ്പില്ല എന്നുള്ള രീതിയിലാണ് ഇരുന്ന് ചിരിക്കുന്നത്. വൃദ്ധസദനത്തിലാക്കുന്നു, മാതാപിതാക്കളെ തള്ളിക്കളയുന്ന സമൂഹം, അതുപോലെ മക്കളെ തള്ളിക്കളയുന്ന മാതാപിതാക്കൾ, ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്നതാണ്. നമ്മുടെ വാർത്തകളിലാണെങ്കിലും എവിടെയാണ് കാണുന്നത്. കിച്ചുവിന്റെ സ്ഥാനത്ത് ഇപ്പൊ വൃദ്ധപ്പനാണെങ്കിൽ പോലും വലുതാകുമ്പത്തിന് അമ്മയെ ഇപ്പൊ എന്നെ തള്ളി പറഞ്ഞ് ഞാൻ അവന്റെ വഴിക്ക് വിടത്തേ ഉള്ളൂ. ഞാൻ പുറകെ പോയി എന്തായാലും ശല്യം ചെയ്യാൻ പോകും. കിച്ചു ആണെങ്കിൽ പോലും എന്നെ തള്ളിക്കളഞ്ഞെങ്കിൽ എന്തിനാ നമ്മൾ അവനെ ഇപ്പൊ 22 വയസ്സുള്ള യുവാവാണ്. ആ കുട്ടീനെ പോയി നമ്മൾ തള്ളിക്കളയേണ്ട കാര്യം നമ്മൾ എത്രയും നാളില്ലാത്ത ഒരു ബോധം ഇപ്പോൾ രേണുസുതിക്ക് വന്നേക്കുന്നു. അതായത് കിച്ചു ആ വീഡിയോ ചെയ്തതിന് ശേഷമാണ് ഈ ബോധം വന്നതെന്നും കൂടെ ആലോചിക്കണം. കിച്ചുവിന് 22 വയസ്സുള്ള ഒരു പയ്യനാണെന്നുള്ള ബോധം. രേണുസുതി ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്താണെന്നറിയോ? മാമ്പും കണ്ടും മക്കളെ കണ്ടും ഇത് കൊതിക്കരുതെന്നോ ജീവിക്കരുതെന്നോ സംതിങ്. ശല്യം ചെയ്യേണ്ട കാര്യമില്ല. എന്നെ ഇട്ടിട്ട് പോയാൽ ബൈ പറഞ്ഞ് ഞാനും അങ്ങനെ അല്ലാതെ ഞാൻ പുറകെ പോയി ശല്യം ഒന്നും ചെയ്യാം. ഓക്കെ, അങ്ങനെ സംഭവിച്ചാലും രേണു ചേച്ചിയിലുള്ള അമ്മ എന്ന സ്നേഹം, കിച്ചുവിന് കൊടുത്ത സ്നേഹം ഇല്ലാതാവും? ഒരിക്കലും ഇല്ലാതാവത്തില്ല. ആ മാതൃ അന്ന് ആദ്യമായിട്ട് എന്നെ അമ്മ എന്ന് വിളിച്ച് കിച്ചുവാണ്. ആ ഒരു സ്നേഹം എന്നും സ്നേഹം ആ വാക്ക് പറയാൻ വല്ല അർഹതയുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ഈ പറഞ്ഞ സ്നേഹം എന്ന് പറയുന്ന സാധനവും അവന് താങ്ങായിട്ട് നിൽക്കേണ്ട സമയത്ത് താങ്ങ് എന്ന് പറയുന്ന സാധനവും കിട്ടാതായപ്പോഴാണ് ആ ചെറുക്കൻ പല ദുശീലങ്ങളും തുടങ്ങിയതെന്ന് അവൻ്റെ ലൈഫ് സ്റ്റോറിയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ സ്നേഹത്തെക്കുറിച്ച് അങ്ങോട്ട് പറയല്ലേ. ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നെങ്കിൽ ആ ചെറുക്കൻ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞു പോട്ടെ എന്ന് വെച്ചിട്ട് നിങ്ങൾ അവനെ വിളിക്കുമല്ലോ. നിങ്ങൾ വിളിച്ചായിരുന്നോ? കുറച്ച് ദിവസം മുമ്പ് നിങ്ങൾ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. വന്നതിന് ശേഷം രേണു ചേച്ചി കിച്ചുവായിട്ട് വിളിക്കാൻ ശ്രമിച്ചിരുന്നു. ഞാനതാണ് പറഞ്ഞത്. ഞാൻ വെറുതെ ഡിസ്റ്റർബ് ആകണ്ടല്ലോ നോർത്ത്, മക്കൾ നമ്മൾ ഡിസ്റ്റർബ് ആകണ്ടല്ലോ നോർത്തിട്ടാണ് വിളിക്കായിരുന്നു. പക്ഷെ എന്ത് പറഞ്ഞാലും കിച്ചു എന്നെ മൂത്തമാകുന്നത്. അമ്മയായിരുന്നെങ്കിൽ, അതായത് സ്നേഹമുള്ള ഒരു അമ്മയായിരുന്നെങ്കിൽ മക്കൾ എന്ത് പറഞ്ഞാലും എന്തൊക്കെ വഴക്കുണ്ടാക്കിയാലും വീണ്ടും പോയിരുന്ന് വിളിക്കും. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ അടി ഉണ്ടാക്കി കയറ്റും മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാലും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തനിയെ എൻ്റെ അടുത്തോട്ട് വരും. ഈ സ്നേഹമുള്ള അമ്മമാരുടെ കാര്യം ഞാൻ പറഞ്ഞത്. ആൾക്കാരുടെ മുന്നിൽ പ്രഹസനം കാണിക്കാനുള്ള അമ്മമാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, പച്ച മാങ്ങ കടിച്ച് തിന്നുന്ന രേണുസുതി. അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം? മസാലദോശ തിന്നാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് കിട്ടാത്തതുകൊണ്ട് പച്ചമാങ്ങ. പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് വയ്യ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ട്. ശരിയെന്നാ തള്ളക്ക് ഭ്രാന്തായി കഴിഞ്ഞാൽ എന്തോ ചെയ്യാൻ പറ്റും.